എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസം. മറ്റേ ആ സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ 5, 6, 4 അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലാതെ. iPhone 17 Pro Max നിങ്ങൾ കമന്റ് ചെയ്യണ്ട, ലൈക്ക് ചെയ്യണ്ട, വീഡിയോ ഷെയർ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. സ്ക്രീനിൽ കാണുന്ന QR കോഡിൽ 99 രൂപ ഇട്ടിട്ട് താഴത്തെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു അങ്ങനെ പുതിയ തട്ടിപ്പുമായി മല്ലു ഫാമിലിയിലെ സുജിൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവന് ഇതന്നെയാണ് പരിപാടി എന്ന് തോന്നുന്നു. ജീവിച്ചു പോകണ്ടേ, ഇവനാണെങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഓരോ സമയത്ത് ഓരോ തട്ടിപ്പുമായി ഇവൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഒരു കാലത്ത് യൂട്യൂബിലൂടെ ഉടായ്പ വീഡിയോസ് ഇട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കി. പിന്നീട് ഒരുപാട് ഗാംബ്ലിംഗും ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ പറ്റിക്കാൻ നോക്കി. ഇതിന്റെ എല്ലാം കാലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ പുതിയ തട്ടിപ്പായിട്ട് ആശയ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് മല്ലു ഫാമിലി ആരാണ്, സുജിൻ ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. കാരണം മലയാളത്തിൽ യൂട്യൂബ് കാണുന്ന ഒരുവിധം എല്ലാവർക്കും ഇടയിലും ഫേമസ് ആണ് ഈ മല്ലു ഫാമിലിയും സുജിനും ഒക്കെ. ഒരു കാലത്ത് മലയാളക്കാർ അടക്കി പാടിയിരുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആയിരുന്നു ഇവര്. ഇവരത്ര റീച്ചും ഫെയിമും വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ മുന്നോട്ട് പോയി ഇവരോരോ ഉടായ്പകൾ കാണിക്കാൻ തുടങ്ങി. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയതോടെ ഇവരുടെ റീച്ചും നിന്ന് ഇപ്പൊ ഇവര് യൂട്യൂബിൽ വലിയ വീഡിയോസ് ഒന്നും ഇടാറില്ല, വല്ലപ്പോഴൊക്കെ വീഡിയോസ് ഇടാറുള്ളൂ. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന മല്ലു ഫാമിലിയിലെ സുജിൻ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അതിനുശേഷം ഇവന്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഞാനുള്ളത് മല്ലു ഫാമിലിയുടെ കൂടെയാണ്. എന്റെ കൂടെ ഉള്ളത് സുജിൻ ചേട്ടനാണ്. വെൽക്കം. അല്ല, ആരിത്? നമ്മുടെ സുജിൻ ചേട്ടനല്ലേ? എത്ര കാലായി കണ്ടിട്ട്, കുറെ ആയി വൈക്കൊക്കെ വന്നിട്ട് കേട്ടോ. എന്തായാലും ഒരുപാട് കാര്യത്തിന് ശേഷം കണ്ടതിൽ സന്തോഷം. സുജിൻ ചേട്ടന് പറയാൻ അങ്ങോട്ട് പറഞ്ഞാട്ടെ. കുറെ നാളായല്ലോ ഒരു ഇന്റർവ്യൂ സെറ്റപ്പിലൊക്കെ വന്നിട്ട്. പിന്നെ ആദ്യത്തെ പോലെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ഇടാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ബാക്കിൽ ഇപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കി മുന്നിൽ മാത്രമേ ഉള്ളൂ. എന്താ പറ്റിയത്? യൂട്യൂബ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള റീസൺ എന്താ? അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ഇപ്പൊ പണ്ടത്തെ മാതിരി ഉടായ്പ കാണിച്ച് വ്യൂസ് ഒന്നും കയറുന്നില്ല. വ്യൂസ് കയറാനല്ലേ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണമൊക്കെ നിർത്തി. അതാണ് സംഭവം. എന്തായാലും സുചേട്ടൻ പറഞ്ഞാട്ടെ. അല്ല, ഒന്നുമല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പൊ വന്നില്ല. അപ്പൊ അവരെല്ലാരും നാട്ടെ വിചാരിച്ചു. പിന്നെ ആ ഒരു സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ യൂട്യൂബ് വഴി എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയി, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആദ്യം പറഞ്ഞാൽ പറഞ്ഞില്ല, എനിക്കൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, മാസം എത്ര റുപ്യ കിട്ടണം എന്നൊക്കെ യൂട്യൂബ്. ഇപ്പൊ കുഴപ്പമില്ലാതെ നമുക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വിടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടണ മതി. പിന്നെ വേറെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് മുന്നിലേക്ക് നല്ല രീതിക്ക് പോകണം. അച്ചോടാ പാവം. അതുകൊണ്ടാണല്ലേ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിർത്തിയത്. ഇവന്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നപ്പോ ഇവൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിർത്തി പോലും, അല്ലാണ്ട് റീച്ച് ഇല്ലാഞ്ഞിട്ടല്ല. എന്തിനാ സുജിനെ ഇങ്ങനെ ചുമ്മാ വന്ന് ഇങ്ങനെ ബടായി തള്ളി വിടുന്നത്? നീ റീച്ച് ഇല്ലാഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് നിർത്തിയെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കണം. പണ്ടൊക്കെ അവന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കും. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ പുട്ടുപോലെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വ്യൂസ് കയറും. ആ വീഡിയോയിൽ ഒരു തേങ്ങാക്കാരും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇവൻ വീട്ടിനുള്ളിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന വീഡിയോസ് ആയിരിക്കും, പക്ഷെ എല്ലാത്തിനും ഒടുക്കത്തെ റീച്ച് ആയിരിക്കും. അന്ന് വരെ നല്ല റവന്യൂ ആയിരുന്നു. പക്ഷെ ആ റീച്ച് ഇപ്പൊ ഇവന് പണ്ടത്തെ പോലെ കിട്ടുന്നില്ല. ഇവന്റെ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോ സൈഡിൽ കാണിക്കാം. ഇപ്പൊ ഇവർക്ക് കിട്ടുന്ന റീച്ചുകൾ നോക്കി 27K 30K 8K ഒക്കെയാണ്. അതായത് പണ്ട് ഇവന് കിട്ടുന്നതിന്റെ 10 റീച്ച് പോലും ഇവനിപ്പം കിട്ടുന്നില്ല. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം റീച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ റവന്യൂ കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇവൻ നിർത്തിപ്പോയി. അതാണ് സത്യം. എന്തായാലും ഇവർക്ക് ഇപ്പൊ ഇത്രയും റീച്ച് കുറഞ്ഞതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഓഡിയൻസിന് ഫാമിലി വ്ളോഗ്സ് ഒക്കെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ്. പണ്ട് എങ്ങനെയല്ലായിരുന്നു, ആളുകൾക്ക് ഫാമിലി വ്ളോഗ്സിനോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ അത് മുതലെടുത്ത് ഒരുപാട് ആളുകൾ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് ആളുകൾക്ക് ഫാമിലി വ്ളോഗ്സിനോടൊക്കെ താല്പര്യം പോയി എന്നുള്ളതാണ്. ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സിന് പണ്ടത്തെ പോലെ റീച്ച് ഒന്നും കിട്ടുന്നില്ല. ഏത് ഫാമിലി വ്ളോഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും പണ്ടത്തെ ഇതിന്റെ 10 റീച്ച് പോലും കയറുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതൊരു കാരണമാണ്. പിന്നെ മല്ലു ഫാമിലിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവര് യൂട്യൂബിൽ വന്ന് കാണിച്ചു കൂട്ടി ഓരോരോ ഉടായ്പകൾ റീച്ചിന് വേണ്ടി മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലേ. സ്വന്തം ഭാര്യനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവളുമായി ഡിവേഴ്സ് ആയി എന്നും പറഞ്ഞ് വീഡിയോകൾ ഇടുക. അതുപോലെ തന്നെ തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ഓരോരോ ഉടായ്പ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക. ഇതെല്ലാം കൂടി ആയതോടെ ആൾക്കാർ ഇവരെ വെറുത്തു തുടങ്ങി. അങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന കുറെ ആൾക്കാർ ഇവരുടെ ചാനൽ കാണുന്നത് നിർത്തി. അതും ഇവരുടെ ചാനലിൽ റീച്ച് കുറയാൻ ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ കാണിച്ച സുജിന്റെ ക്ലിപ്പിൽ സുജിൻ അവസാനം പറയുന്നുണ്ടല്ലോ, പലര ചില്ലറ വേറെ പരിപാടികൾ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിച്ച് പോകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ സുജിന്റെ അല്ലറ ചില്ലറ പരിപാടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊന്ന് കണ്ടുനോക്കി. iPhone 17 Pro Max നിങ്ങൾ കമന്റ് ചെയ്യണ്ട, ലൈക്ക് ചെയ്യണ്ട, വീഡിയോ ഷെയർ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. സ്ക്രീനിൽ കാണുന്ന QR കോഡിൽ 99 രൂപ ഇട്ടിട്ട് താഴത്തെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നതായിരിക്കും. വെറും 48 മണിക്കൂർ മാത്രമേ ഉള്ളൂ. കുറെ മാസങ്ങളോ ദിവസങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വെറും 48 മണിക്കൂർ. നമ്മളിത് ഗിവ് അവേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കമന്റ് ചെയ്യുക. അതായത് കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അതിൽ നിന്ന് 99 രൂപയ്ക്ക് ഈ ഒരു 70 Pro Max നിങ്ങൾക്ക് കിട്ടും. വെറും 48 മണിക്കൂർ മാത്രം.
സംഭവം മനസ്സിലായല്ലോ. അതായത് ഇവൻ കാണിച്ച അക്കൗണ്ടിലേക്ക് എല്ലാവരും 99 ഉറുപ്പിക ഇട്ട് കൊടുക്കുക. അതിൽ നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഐഫോൺ കിട്ടും. ഇതാണ് ഇവന്റെ പുതിയ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഇവൻ ഓരോ ഫോണും കൊണ്ടുവന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഐഫോൺ ആണ്, ഇന്നലെ ഒപ്പോ, മെഞ്ഞാന്ന് സാംസങ് ഗാലക്സി S24 അൾട്ര. എന്നിട്ട് ആ ഫോൺ കാണിച്ചിട്ട് പറയും ഈ ഫോൺ നിങ്ങൾക്ക് വേണോ, വെറും 99 ഉറുപ്പിക ഞാൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഈ ഫോൺ സ്വന്തമാക്കാമെന്ന്. ഇതാണ് ഇവന്റെ പുതിയ തട്ടിപ്പ് പരിപാടി എന്ന് പറയുന്നത്. ഇതിൽ വീണ് കൊടുക്കാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവൻ ഈ തട്ടിപ്പൊക്കെ നടത്തുന്നത്. എന്നാൽ അവസാനം പൈസക്ക് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു വരും, എന്റെ പൈസ പോയി എന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും സുജിനി ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗം കണ്ടോക്കാം. അപ്പൊ ഞാൻ നിർത്തിയെന്ന് മാത്രം. എന്താ റവന്യൂ, യൂട്യൂബ് റവന്യൂവിന്റെ ഒരു രീതിയൊക്കെ കുറഞ്ഞു നിങ്ങളുടെ ആ തുടക്ക സമയം വെച്ച് നോക്കുകയാണെങ്കിൽ? പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസം 12 ലക്ഷം. എന്തായാലേ ലക്ഷങ്ങൾക്കൊന്നും ഒരു വില ഇല്ലടേ. എനിക്കൊന്നത് ആ പറഞ്ഞ സത്യമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇവന് പണ്ട് എന്ത് വീഡിയോ ഇട്ടാലും 1 ലക്ഷം 2 ലക്ഷം 1 മില്യനെക്കാളും വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. 1 ലക്ഷത്തിന് താഴെ ഒരു വീഡിയോ പോലും എന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി കഴിച്ച് നോക്കിയപ്പോൾ ചിലപ്പോൾ 12 ലക്ഷം കിട്ടി കാണും. ഇനിയിപ്പോ ഇതൊന്നും തട്ടിവിടാണോന്ന് ആർക്കറിയാം അല്ലേ. ബാക്കി ഉണ്ടോക്കാം. ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ബൈക്കിന്റെ ഒരു പ്രശ്നം. അപ്പൊ ആ മാസം എനിക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും 1 മില്യൺ വ്യൂസ് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ എന്റെ അടുത്ത് കുറെ ആൾക്കാർ മാറ്റുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം വന്നപ്പോ വീഡിയോസ് ഇടണ്ട, അതായത് പ്രശ്നങ്ങളല്ലേ നിർത്തി വെക്കാനൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് എന്താ ഡെയിലി വീഡിയോസ് ഇട്ട്. അതെ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ വരുമ്പോൾ വീഡിയോസ് ഇടുമ്പോഴല്ല കൂടുതൽ റീച്ച് കയറാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ കൂടുതൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പൊ നല്ല റീച്ചും കയറി, നല്ല പൈസയും കിട്ടി. എന്തായാലും കൊള്ളാം. നീ ബാക്കി പറ സുജിനെ. പക്ഷെ അന്നൊന്നും പറഞ്ഞ ആരും ഇല്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഉണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇട്ടുണ്ടായിരുന്നു ഞാന്. നിർത്തി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും 2-3 വീഡിയോ നമ്മൾ പ്രൊമോഷൻ ചെയ്താൽ തന്നെ ഒരു പേയ്മെന്റ്. പിന്നെ എന്ത് പ്രൊമോഷൻ? ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ വീഡിയോസ് ചെയ്തിട്ട് തന്നെ ഏതോ കാലമായി. ഇവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇവൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ പോലും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടില്ല. ഇവൻ ആകെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള ഔടായ്പ പരിപാടിയാണ്. ഓരോ ഫോൺ വന്ന് ഇങ്ങനെ കാണിക്കും, ഈ ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ 99 ഉറുപ്പിക എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്നും പറഞ്ഞിട്ടുള്ള ഓരോ വീഡിയോസ് ആണ് ഇവന്റെ അക്കൗണ്ടിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. അതല്ലാണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ പോലും ഇവന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ ഇവനിങ്ങനെ കുറെ എന്തൊക്കെയോ കാറുകളൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ട്. ഫോൺ കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവരെ നല്ല പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവേ. എന്തായാലും ബാക്കി ഇട്ടോക്കാം. വേറെ ചെറിയ ബിസിനസ് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നിന്ന് കുറച്ചൊന്നും വിട്ടുന്നത് മാത്രം. അതെ, അല്ലാണ്ട് റീച്ച് ഇല്ലാഞ്ഞിട്ടല്ല യൂട്യൂബിൽ നിന്ന് വിട്ടുന്നത്, വേറെ ബിസിനസ് ഉണ്ടായിട്ടാണല്ലേ. വിശ്വസിച്ച് കേട്ടോ. ഇനി ബാക്കി പറ മോനെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഫാമിലി വ്ലോഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തോന്നുന്നു എനിക്കറിയില്ല. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആകെ കുറച്ച് ആൾക്കാരുള്ളൂ. അങ്ങനെ സുജിത് ഭക്തൻ, എംഫോട്ടക്ക്, കുറച്ച് ആൾക്കാരുള്ളൂ. വേറെ ആരും അങ്ങനെ മറ്റേ വ്ലോഗിന്റെ പരിപാടി ഉണ്ടാകുന്നില്ല. ഞാൻ തോന്നുന്നു ഞാൻ തന്നെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. ടിക്ടോക്ക് ഞങ്ങളാണ് ആദ്യം വന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ടിക്ടോക്ക് തുടങ്ങണതിന്റെ ഒരു 2 മാസം മുന്നേയാണ് ഞാൻ യൂട്യൂബിലേക്ക് തുടങ്ങുന്നത്. യൂട്യൂബ് തുടങ്ങി പിന്നെന്തോ ദൈവാനുഗ്രഹമായിരിക്കാം ഡെയിലി നമുക്ക് 5000-10,000 വെച്ചിട്ട് ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 36 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. കാരണം അന്ന് മറ്റേ ഈ ഷോർട്സ് സംഗതികളൊന്നും ഇല്ല, വ്ലോഗ് മാത്രം ഇട്ടിട്ട്. പിന്നെ ഇതുപോലെ ഡെയിലി 20,000-25,000 സബ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി കയറുണ്ടായിരുന്നു. അതൊരു 8,67,000 എത്തിയപ്പോഴാണ് ഞാനൊരു ബൈക്ക് എടുത്തു. ആ സമയത്ത് അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. അത് പ്രശ്നമാവാനുള്ള കാരണം എന്തായിരുന്നു? നീ ബൈക്ക് എടുത്ത സമയത്ത് നീ അടിച്ച ഡയലോഗ് ആയിരുന്നു അന്നത്തെ പ്രശ്നം. അതുവരെ നീ ചെയ്ത വീഡിയോകൾ നീ പറഞ്ഞുകൊണ്ടിരുന്നെന്തായിരുന്നു? എന്റെ കുടുംബത്തിലൊന്നുമില്ല, ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, ഭയങ്കര മുഴു പട്ടിണിയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആയിരുന്നു നീ വീഡിയോസ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ട് പല ആളുകളും സാധാപം തോന്നിയിട്ടാണ് നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും പലർക്കും താല്പര്യം ഇല്ലാതിരുന്നിട്ട് പോലും നിന്റെ വീഡിയോ ഇരുന്ന് കണ്ടതും, നിനക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആൾക്കാരെ കണ്ട് നിനക്ക് അത്യാവശ്യം റീച്ച് ആയി, നിന്റെ കയ്യിൽ പണവും വന്നു. അങ്ങനെ പണം വന്ന് നീ ബൈക്ക് എടുക്കാൻ പോയ സമയത്ത് ഞാൻ അടിച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ സ്വയം പ്രയത്നം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത്, ആരും എന്നെ സഹായിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ള രീതിയിൽ നീ ഒരു ഡയലോഗ് അടിച്ച്. അപ്പൊ അതുവരെ നിന്റെ ദാരിദ്ര്യം കേട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തവരാരായി? അതന്നെ, അതാണ് പ്രശ്നമായി മാറിയത്. മനസ്സിലായോ? ഇതൊക്കെ പണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. വെറുതെ എന്തിനാ സുജിനെ വീണ്ടും കൂടി തോണ്ടി പുറത്തേക്ക് എടുക്കുന്നത്? എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ. 67,000 ആൾക്കാരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. 16K 20K നെഗറ്റീവ് കമന്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 12 ലക്ഷം ആ മാസമാണ് എനിക്ക് യൂട്യൂബ് ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. അതിന് മുമ്പ് വരെ എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? അപ്പൊ കിട്ടുന്നതാണ് പറയാ. മറ്റേ ആ സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ലാതെ 5, 6, 4 അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ. പിന്നെ ഈ പറയല്ല, പിന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ് ആദ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇത്രയും ആൾക്കാർ നമ്മളതിനെ കുറ്റം പറയാ, തെറി പറയാ, അയ്യോ ഭയങ്കര തരായിരുന്നു. പിന്നെ അത്രയും സ്നേഹത്തോടെ കമന്റ് ഇട്ട ആളുകൾ. അതെ, പെട്ടെന്ന് ഞാൻ ആ വീഡിയോയില് പറയുന്നുണ്ട്, അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ക്യാപ്ഷൻ മാത്രം അങ്ങനെ കൊടുത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്തകാലം. പക്ഷെ അത് എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ അമ്മയും പെങ്ങളും എല്ലാവരും ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അത്ര നെഗറ്റീവ് കമന്റ് വന്നപ്പോ. പക്ഷെ ഞാൻ എന്താ അതോടുകൂടി അത് ശരിയായി. ഈ നെഗറ്റീവ് കമന്റ് ഉള്ള ഒരു സംഗതി പിന്നെ എനിക്കെന്നെ ഇതായി. എത്ര നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു രീതിയായി
അതെ, പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരു ഊർജ്ജമായി മാറാൻ തുടങ്ങി അല്ലെ സുജിനെ? പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് കമന്റ്സ് വരാൻ വേണ്ടി ഓരോരോ ഉടായ്പ വീഡിയോകളായിട്ട് വരാൻ തുടങ്ങി. കാരണം സുജിന് മനസ്സിലായി നല്ലോണം നെഗറ്റീവ് വന്നു കഴിഞ്ഞാണെങ്കിൽ വീഡിയോ നല്ലോണം കയറും, അത്യാവശ്യം പൈസ ഉണ്ടാക്കാന്നുള്ളത്. പിന്നെ പതിയെ ആൾക്കാർക്ക് ഇവരുടെ ഉടായ്പ മനസ്സിലാവാൻ തുടങ്ങി, ഉള്ളവർക്കുള്ള റീച്ചും കൂടും പോയി. അതാണ് ഇപ്പൊ ഇവിടെ ശരിക്കും സംഭവിച്ചത്. എന്നാലും ബാക്കി പറഞ്ഞാട്ടെ, അതിന്റെ വഴിക്ക് പോട്ടെ. പോട്ടെ, നമ്മളിപ്പോ ആരെയും പോയിട്ട് ഞാൻ വേറെ ആരെയും കുറ്റം പറയാറൊന്നുമില്ല. ഞാൻ ഇന്റേതായിട്ട് വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് മുന്നിക്ക് പോവാന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയില്ല, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെ ആ ഒരു സംഗതി ഇങ്ങനെ ഷോർട്സിന് അങ്ങനെ വ്യൂസ് കൂടി. ഷോർട്സ് വന്നപ്പോ പിന്നെ ഞാനായിട്ട് തന്നെ മറ്റേ പറയാം, നമുക്കൊരു മുന്നിലൊരു സംഗതി ഉള്ളപ്പോഴാണ് ഞാൻ എത്ര റുപ്യ കിട്ടും അതിന്റെ കടങ്ങൾ വീട്ടണം എന്നുള്ള രീതിയിൽ മുന്നിക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സംഗതിക്ക് തീർന്നപ്പോ മറ്റേ യൂട്യൂബിൽ പതുക്കെ വീഡിയോസ് കുറച്ച് ഇങ്ങനെ കമ്മി വന്നു. മതി സുജിന്, നിർത്ത്. ഇങ്ങനെ വീണ്ടും വീടെടുത്ത് കിടന്നുള്ളല്ലേ, മതി, ഇങ്ങോട്ട് എണീറ്റ് പോര്. യൂട്യൂബിൽ നിനക്ക് റീച്ച് കുറഞ്ഞത് കൊണ്ടാണ് നീ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിർത്തിയെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ട്. നീ വീണ്ടും അത് ന്യായീകരിച്ച് മേകാൻ നിൽക്കണ്ട. എന്തായാലും യൂട്യൂബ് പോയാൽ എന്താ, നീ പുതിയ തട്ടിപ്പായിട്ട് ആൾക്കാരെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പണ്ട് നീ യൂട്യൂബിലൂടെ വന്ന് ഓരോ ഉടായ്പ കാണിച്ചപ്പോൾ യൂട്യൂബ് നിനക്ക് പണം തന്നു. ഇപ്പൊ റീച്ച് ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബ് ആ പണം തരുന്നത് നിർത്തിയപ്പോൾ നീ ഡയറക്റ്റ് ഉടായ്പ കാണിച്ച ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഉടായ്പില്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലേ സുജിനെ? ആൾക്കാരെ പറ്റിക്കാതെ നിനക്ക് തൊണ്ണം കോയിന്ന് ഇറങ്ങില്ല എന്ന് തോന്നുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.